ആദ്യ നാടകം അവതരിപ്പിക്കുന്നത് ആത്മയുടെ ആദ്യകാലം മുതലുള്ള അംഗവും ഇപ്പോൾ ട്രഷറർ ഒപ്പം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ ഐമനം സ്വദേശി കൂടെയായ ശ്രീ ജയമോൻ പി ആർ. ജയമോൻ വിദ്യാഭ്യാസ കാലം മുതൽ കലാരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ച ആളാണ്. പ്രത്യേകിച്ച് നാടക മിമിക്രി രംഗങ്ങളിൽ അദ്ദേഹം നിരവധി മത്സരങ്ങൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ള കലാകാരനാണ്. വളരെ അഭിമാനത്തോടുകൂടി ഈ വൺ മാൻ ഷോ അവതരിപ്പിക്കുന്നതിനായി ജയമോനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കുട്ടികളെ കളിക്കുന്നത് തെരുവുനായി. വീടൊരു കരുതല, ഒരു സ്നേഹം കൂടാണ്. അതൊരു ബന്ധനമാണെന്ന് കരുതുന്നവരൊക്കെ തെരുവിലറിയപ്പെടും. അവര് തെരുവിന്റെ സ്വഭാവം കാണിക്കും. അവർ അക്രമകാരികളായി തീരുന്നു. അതുകൊണ്ട് കാര്യാരും ഈ കാര്യത്തിലേക്ക് ബേജാറാവണ്ട. അതിന്റെ പെൻഷൻ കിട്ടിയ ദിവസം കാശ് വാങ്ങാനല്ലേ കാര്യാര് വന്നത്? എടി കല്യാണിക്കുട്ടിയെ കാശ് എടുത്ത് വെച്ച് കാശെന്ന് പറയുന്നത് നീ മുഴുവനും ഈ കൊണ്ടുവന്നോ? നോക്കി കണ്ടുവെന്ന് കാണും. 200 അല്ലേ ചോദിച്ചോളൂ. അത് തന്നെ കേട്ടോ. എന്നാ പിടി 15-ാം തീയതി കഴിയുമ്പോ തിരിച്ചു തരണം കേട്ടോ. എടി കല്യാണിക്കുട്ടിയെ കാശ് മൊത്തത്തോടെ എത്തിക്ക് തരണ്ട് കേട്ടോ. കേട്ടോ ഉണ്ണിക്കുട്ട എത്തിയേ. ഉണ്ണിക്കുട്ട മതി പട്ടിയായിട്ട് കളിച്ചത്. സ്കൂളിൽ പോകാൻ നേരെ നീ കല്യാണിക്കുട്ടി അവന്റെ ചോറ് കറിയൊക്കെ എടുത്തു വെച്ചേക്കണേ. ഇന്ന് ഉണ്ണിക്കുട്ടൻ എത്ര സുന്ദരനായിട്ടായിരിക്കുന്നത്. ഇങ്ങോട്ട് കേറ. അപ്പൂപ്പന്റെ കുട്ടാമ്പലത്ത് കയറിക്കോ. അപ്പൂപ്പനൊരു ഭാരവോ കോട്ടയം ടൗണിൽ ഇന്ത്യയിലാക്കിട്ട് എനിക്കൊരു ഭാരം ആരോടാ ഉണ്ണിക്കുട്ട. അല്ലെങ്കിലും കൊച്ചുമക്കളെ മുത്തച്ഛന്മാര് ചുമക്കുമ്പോ ഭാരം തോന്നുകയല്ല. ആ ശാസ്ത്രത്തിന്റെ പേരാ പോലെ സ്നേഹം. സ്നേഹത്തോട് എന്ത് ചെയ്താലും ഒരു ഭാരം തോന്നുകയല്ല. വലുതാകുമ്പോ ഈ ശബ്ദത്തിൽ നേരെയാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ വലുതാകുമ്പോ ഉണ്ണിക്കുട്ടൻ മുത്തച്ഛനെ ചുമക്കണ്ട. ഉണ്ണിക്കുട്ടന്റെ കൊച്ചുപോലെ ചുമന്നാ മതി. ഏതൊക്കെ അങ്ങനെ നമ്മൾ കൊടുക്കുന്നവരല്ല തിരിക്കരുത് കേട്ടോ. ആ പാലകത്തി അതൊക്കെ ഇറങ്ങിക്കോ. കൂട്ടിട്ട് പോണം. വൈകിട്ട് നടന്നോ ഉണ്ണിക്കുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ് മേടിച്ചോണ്ട് വരും കേട്ടോ. പെൻഷൻ കിട്ടുന്ന ദിവസം കളർ തരാൻ നിൽക്കുന്നത് നിന്റെ ലിസ്റ്റാതിരുന്നത്. ദാമോദരോ പെൻഷൻ കിട്ടുന്ന ദിവസത്തെ ലിസ്റ്റാ കേട്ടോ. നീണ്ട ലിസ്റ്റാ. എടുത്തു വെച്ചോ. ഞാൻ ആ സമയത്ത് എഴുതിട്ട് വരാം. ഒരു കുപ്പി എടുത്തോളാം. എടാ രാഘവ, 1-ാം തീയതി എനിക്കറിയാവുന്നതാ നീ ഇവിടെ കാണുമെന്ന്. ഇതിനെ നീങ്ങിയിരിക്കണം. തലയിലാത്തതിന്റെ അച്ഛൻ്റെ വകയാണ് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ളത്. 1-ാം തീയതി തിരക്ക് കൂടുതൽ. ദാമോദരോ, ഈ വേനൽക്കാലത്ത് ഇരുമേണ്ട വെള്ളം ഒഴിക്കാൻ എവിടുന്ന് കിട്ടുന്ന നിനക്ക് വെള്ളം? വെള്ളം ചേട്ടാന്നൊക്കെ എനിക്കറിയാം കേട്ടോ. പ്രായാവുന്ന ഓർക്കണ്ട.
കാലത്ത് കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഈ പെൻഷൻ കിട്ടുമ്പോ ഒരു കുപ്പി അടിക്കുന്നത് തെറ്റാണോ? അല്ല, ഒരു കുപ്പി അടിക്കും തെറ്റല്ല. ഒരുപാട് അടിക്കുമ്പോഴായി തെറ്റ് വരുന്നത്. വാ, നമുക്ക് പോകാം, അതാ നല്ലത്. അധികമായ അമൃതും വിഷമ. നീ വന്നേ. എടാ, നമ്മുടെ ഒരു കണക്ക് വെച്ചേ, പെൻഷൻ കിട്ടുന്ന അന്ന് ഒരെണ്ണം അടിക്കും. ഈ പണ്ടത്തെ രീതി വെച്ചാണെങ്കിൽ നമ്മൾ കാറ്റ് പോയത് എന്താണെന്നറിയാവോ? പണ്ടൊക്കെ പെൻഷൻ 6-7 മാസത്തെ ഒന്നിച്ചായിരുന്നത്. അപ്പൊ ഒരു പെൻഷൻ ഒരു കുപ്പി, അങ്ങനെ 7 വർഷം ഒരുമിച്ച് കിട്ടുമ്പോ 7 കുപ്പി. അങ്ങനെ കാറ്റ് പോയത്. രാഘവു കടയിൽ ഒരു സാധനം വാങ്ങാൻ കൊടുത്തിട്ടുണ്ട്. അത് മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകാം. ആ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? രാഘവു, എടാ, രാഘവു, രാഘവു കണ്ടോ? അവള് ചിരിക്കുന്നത് കണ്ടോ? എടാ രാഘവ, സൂക്ഷിച്ച് കേൾക്കണം, കല്ലൊക്കെ ഇളകിയിരിക്കും. എടാ രാഘവ, ഒരു ഭർത്താവിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് നിനക്കറിയാമോ? എടാ, വല്ലപ്പോഴും ഒന്ന് അടിച്ച് തിരികെ വരുമ്പോ ആ സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാര്യ ഏത് ഭർത്താവിന്റെ ഭാഗ്യമാണ്? ചില ഭാര്യമാരുടെ ഭൂതലയ്ക്ക് കിടമ്പിയിലുണ്ടായ മോന്തയായിട്ട് നിൽക്കും. ഓരെങ്കിലും രൗദ്രഭാവവും ആ പഴയ ഭർത്താവിന്റെ മോഹങ്ങളും ഇന്ന് സ്വബോധത്തോടെ അങ്ങോട്ട് വരാൻ ആരെ കൊണ്ടും പറ്റുക. ഇതങ്ങനെയാണോ? ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടോ? നീ കല്യാണിക്കുട്ടി, ഇത് സൂക്ഷിച്ചു കൊണ്ടുപോകണം. എടി, അവന്റെ ചോക്ലേറ്റ് ഇതിനകത്ത് കൊണ്ട് കേട്ടോ. നീ പണ്ട് വൈസ്റ്റാർ എടുത്ത് വാളമുടിയാന്ന് പറഞ്ഞ് നീ സാമ്പാർ ഇഷ്ടമാണ് നീ കേട്ടോ. എന്നിട്ട് സാമ്പാർ മൊത്തം പായസ പോലെയായിരുന്നു. കൂട്ടിച്ചു കൊണ്ടുപോകണം. എടാ രാഘവ, ഇന്നത്തെ ദിവസം എന്താണ്? മാർച്ച് 27 എനിക്കറിയാം. ഈ മാർച്ച് 27 പ്രത്യേകത എന്താ എന്നാ ഞാൻ നിന്നോട് ചോദിച്ചത്. എടാ, അതാണ് ലോക നാടക ദിനം. എടാ രാഘവ, ഈ നാടകത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ ചെലുത്താനുള്ള സ്വാധീനത്തെ കുറിച്ച് എന്തെങ്കിലും നിനക്കറിയാവോടാ? ഏവരും പാട്ട് വരയ്ക്ക് നടക്കാനല്ലേ നിനക്കറിയാവൂ? എടാ, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു സാമാന്യ ബോധം നല്ല രീതിയിൽ ജീവിക്കാൻ ആർക്കും വേണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ അവസാനം മരഭൂമുള്ള പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഞാൻ ഈ കൊടി പൊക്കി പൊക്കി പിടിക്കും. ആ 16 അടി സ്റ്റേജിൽ നിന്ന് പറഞ്ഞു പൊക്കിപ്പിടിച്ച കൊടിയാടാ കേരളം പൊക്കിപ്പിടിച്ചത്. ആ കൊടിയാടാ ഇന്ന് കേരളം ഭരിക്കുന്നത്. എടാ, ഇവിടെ രാഘവനോടെ നീ മാറിയത് വീടിയും വലിക്കും. വീടി ഒരു ആരോഗ്യത്തിന് കാര്യങ്ങൾ കേട്ടോ. വല്ലപ്പോഴും പിടിക്കുന്ന വലിയതല്ല. എടാ, പണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ ആവിചാരവും മന്ത്രവാദവും ഒക്കെ ചെയ്തു നടന്നൊരു കാലമാണ്. അന്ന് രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് മനുഷ്യനെ പഠിപ്പിച്ച നാടകത്തിന്റെ പേര് അശ്വമേധം. അതിനകത്ത് കുഷ്ഠരോഗിയായ നായിക ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രോഗം ഒരു കുറ്റമാണോ ഡോക്ടർ? നാടകത്തിന്റെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നടൻ ജനങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചിന്തകളായും അത് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഉപയോഗിക്കണം മനുഷ്യൻ. അതിന് കഴിയുന്ന ഒരേ കലാരൂപമാണ് നാടകം. മാത്രമല്ല, നീ എന്നെ കാവാലിക എന്ന നാടകം നീ കണ്ടിട്ടുണ്ടോ? എടാ, അതിൽ അഭിസാരി അതിനെ ഉപദേശിക്കാൻ വരുന്നൊരു പള്ളിയിലച്ഛൻ. പള്ളിയിലച്ഛന്റെ ഉപദേശങ്ങളൊക്കെ ഉപദേശിച്ച് അവസാന ഘട്ടത്തിൽ അഭിസാരിക പള്ളിയിലച്ഛനോടൊരു ചോദ്യം. അച്ചോ,
അച്ഛനെ പട്ടം കെട്ടിച്ചതും എന്റെ അറക്കെട്ടടിപ്പിച്ചതും ഒരേ സമൂഹമാ. ശരിയല്ലേടാ? എടാ, ഇങ്ങനെ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കലയാണ് നാടകം. ചിന്തിപ്പിക്കാൻ മാത്രം. എടാ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിൽ അങ്ങ് ദൂരെ കണ്ടെത്താ ദൂരത്തുള്ള വിളഞ്ഞു നിൽക്കുന്ന നെല്ല്, അതിന്റെ അരികിലായി ഓല വിളഞ്ഞ ഒരു കൊച്ചു കുടി, അതിന്റെ മുറ്റത്ത് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങ്, ദൂരത്തായി നടന്ന് പുല്ലുതേഞ്ഞ മൺപാത. എടാ, ഈ മൺപാതയ്ക്കും തെങ്ങിനും ഓലക്കുടിനും ഒക്കെ ഇത്ര ഭംഗിയുണ്ടെന്ന് തോന്നിക്കണമെന്നില്ലേ? അത് ആർട്ടിസ്റ്റ് കേശവം വരയ്ക്കണം. അങ്ങനെ വരകളിലൂടെ നാടകത്തെ ജനങ്ങളിൽ ആകർഷിച്ച അതുല്യ കലാകാരന ആർട്ടിസ്റ്റ് കേശവൻ. എടാ, ദൃശ്യങ്ങൾ മാത്രമല്ല, എടാ നാടകത്തിലെ പാട്ടുകൾ, എടാ വിപ്ലവത്തിന്റെ വീര്യം ജനങ്ങളിലേക്ക് എത്തിച്ച പാട്ട് നിനക്ക് അറിയാവോ? സിരകളിൽ എത്തിച്ച പാട്ടാണ്. ചുവടെടുത്ത് കളയുമ്പോ അവർക്ക് ആശ്വാസം നൽകിയത് പാട്ടുകളും നാടകത്തിലെ ഗാനങ്ങളായിരുന്നു. ഇവളെ എന്ന് പറഞ്ഞ് എന്നെ കാട്ടി കവിത ഏതാണെന്ന് നിനക്ക് അറിയാവാ? അങ്ങനെയാണാ ഞാൻ രാജകുമാരി, ഇവിടെ രാജകുമാരിയാണ്, കുമാരിയാണ് வாழ்ந்தത്. നീടല്ലേ മനസ്സിലായത്? ഇവിടെ നാടകത്തിയത് ഓസി അടിച്ചതാണ്. എന്തായാലും എനിക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടായി. അങ്ങനെ നാടകത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയാലേ ഒരുപാടുണ്ട്. ഇന്ന് വൈകുന്നേരം KPM പോലെ നാടകം പോകേണ്ടതാ. നീ പോയി റെഡിയാക്കുക. എനിക്ക് ഉണ്ണിക്കുട്ടനെ വിളിക്കാൻ സമയമായി. റെഡിയാക്കുട്ടിയെ, നീ ആ ഉണ്ണിക്കൂട്ട് കുടിക്കാനുള്ള പാലൊക്കെ തപ്പി ചൊല്ലേ പോയിട്ടുണ്ട്. വേഗം മൊത്തം ഷാപ്പിൽ കയറിയ അല്ലാതെ പണം ഒന്ന് കുളിച്ചത് കൊച്ചിനെ എടുക്കേണ്ടത്. ഓരോ കാര്യം അവിടെ വെറുതെ കുറ്റം പറയാം. എന്താണ് രാഘവ, എന്താണ് കരയുന്നത്? തെരുവിലായി വിളിച്ചോ? ആരെ? ഉണ്ണിക്കുട്ടൻ
മരിച്ചതിന് ശേഷം ഒരിറ്റ് വെള്ളം പോലും കുടിക്കാതെ അവന്റെ വായും കെട്ടിപ്പിടിച്ച് ഒരേ അവന്റെ അപ്രാണി താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിക്കുട്ടനെ കടിച്ചു കീറിയത് തന്റെ വർഗത്തിൽപ്പെട്ടവരാണല്ലോ എന്നോർത്ത് വിതറിക്കാവും. ഏത് ഭാഷയിലാണോ ഏത് ഭാഷയിലാ ഞാനതിനെ പറഞ്ഞൊന്ന് സമാധാനിക്കുക. അതോ ആരാ വരുന്നേ? പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ആണ്. ഇപ്പൊ അതും ഒരാചാരം. മരിച്ചു കഴിഞ്ഞാ ഞങ്ങളല്ല അതിന്റെ ഉത്തരവാദിത്വം തെളിയിക്കുന്ന ആചാരം. വരട്ടെ സാർമാരെ, ഇരുന്നാലും സാർമാരെ ഇരുന്ന എന്താ സാറേ, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നോ? സാറേ, എനിക്കൊരു ചെറിയ സഹായം. എനിക്കെന്റെ ഉണ്ണിക്കുട്ടനെ വേണം. എനിക്കെന്റെ ഉണ്ണിക്കുട്ടനെ വന്നോട് സമരം വേണം. സാറേ, ഈ ദുരന്തം ഉണ്ടാവുമ്പോൾ ആളുകൾ മരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വെറും ഒരു വാർത്തയാണ്. നഷ്ടപ്പെടുന്നത് ഒരു ജീവനാ. കുടുംബാംഗങ്ങൾക്ക് മരണം വരെയുള്ളൊരു തീരാഭാവമാണ്. നിങ്ങൾ ഈ തെരുവുകാരെ ഫലപ്രദമായ നടപടി എടുത്തിരുന്നെങ്കിൽ എന്റെ ഉണ്ണിക്കുട്ടം മരിക്കുമായിരുന്നു. എന്താ സാറേ ഇളകിയ നായ്ക്കളെയൊക്കെ കൊന്ന? എന്താ സാറേ അത് കൂട്ടിലടക്കി ഒപ്പുന്നത് ചെയ്ത? എന്താ അതിന് നിയമമില്ലെന്നോ? മൃഗസ്നേഹികൾ കുഴപ്പമുണ്ടാകുമെന്നോ? കണ്ട പട്ടികളെയൊക്കെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നിയമം. മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു പട്ടിയില്ല. സാറേ, ഈ മരിച്ചുപോയ ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ എന്റെ മകൻ എങ്ങനാ മരിച്ചെന്നറിയാമോ? വീട്ടില് 3 നേരം തീ പോകാൻ വേണ്ടി മലയോരത്ത് കൃഷി ചെയ്തു. കൃഷി വിളവെടുക്കാൻ പാടായപ്പോ വന്ന പന്നിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽപ്പെട്ട എന്റെ മോൻ മരിച്ചത്. ഒരു നിയമവും അവനെ സംരക്ഷിക്കാനില്ലായിരുന്നു. വിളകളെടുക്കാൻ വരുന്ന പന്നികളെ കൊന്നാൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം. അതാ നിയമം. ചത്താൽ പോലും മനുഷ്യന് പ്രയോജനം കിട്ടരുതെന്ന് പറയുന്ന നിയമം. കാലഹരണപ്പെട്ട നിയമം. എന്താ സാറേ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഇനി അല്ലേ, ഇനി അധികാരികൾക്ക് തിരിച്ചറിവുണ്ടാകാൻ മനുഷ്യൻ മരിക്കണം. മരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന തിരിച്ചറിവുകൾക്ക് മരിച്ചവരെ തിരിച്ചറിയാമോ? ആനന്ദക്കാർ തെരുവിലിറങ്ങിയ സുരക്ഷിതമായി തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത വിധത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നു. മനുഷ്യരെയും സംരക്ഷിക്കാനുള്ള ശക്തമായ നിയമങ്ങൾ അധികാരപ്പെട്ടവരാൽ നിർമ്മിക്കപ്പെടട്ടെ. നമുക്കും കൂടെ ചേരാം. തെരുവ് നായ്ക്കൾ എന്ന ഏകാഭിനയം ഇവിടെ പൂർണ്ണമാകുന്നു. അപ്രാപണമോ സുജാതയ്ക്ക് വളരെ പ്രോത്സാഹനജനകമായ ഒരു ഇതാണ് തന്നത്. ആത്മാടെ ഫെലിക്സും വിനോദി എല്ലാവരും ചേർന്ന് അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു.